Hello friends, welcome to Leon's Club. I am Licho. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബൺ എങ്ങനെ വീട്ടിലുണ്ടാക്കാം അതിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്കുണ്ടല്ല 1 ടീസ്പൂൺ പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഉണ്ടല്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഇനിയില്ലേ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഈ മിക്സ് ചെയ്തതിന് ശേഷമല്ലേ ഇതൊന്ന് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം. നമ്മുടെ ഈസ്റ്റില്ലേ അതൊന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മധുരത്തിലാണ് ബണ്ണ് തയ്യാറാക്കുന്നതെങ്കിൽ പഞ്ചസാര അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ചേർത്തോട്ടാ. ഇനി നമുക്കൊരു ബൗൾ അങ്ങോട്ട് എടുക്കാം. ഈ ബൗളിലേക്ക് ഉണ്ടല്ല 1.5 കപ്പ് മൈദ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇനിയില്ലേ ഇതിലേക്ക് നമ്മൾ ആദ്യം അങ്ങോട്ട് റെഡിയാക്കി വെച്ച നമ്മുടെ ഈസ്റ്റിന്റെ മിക്സില്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഈ മിക്സ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കുടച്ചങ്ങോട്ട് എടുക്കണം. നമ്മൾ കൈ വെച്ച് തന്നെ കുടച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനിയില്ലേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. വെള്ളല്ലേ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയില്ലേ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയില്ലേ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ അങ്ങോട്ട് തടവിട്ട് ഒന്നും കൂടി അങ്ങോട്ട് കുടച്ചെടുക്കാം. എന്നിട്ടുണ്ടല്ല ഇത് 1 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി അങ്ങോട്ട് വെക്കാം. നല്ല ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല അടപ്പ് വെച്ചിട്ടോ അടച്ച് വെച്ചാൽ മതി. ഇപ്പോ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഡബിൾ സൈസ് ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയില്ലേ നമ്മൾ ഇത് അധിക ടൈം വെക്കാൻ പാടില്ല. ബണ്ണിന്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറി അങ്ങോട്ട് പോകും. ഇതില്ലേ ഇതുപോലെ ഞാൻ അങ്ങോട്ട് റോള് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയില്ലേ ഇത് 4 ഭാഗമായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ബോളാക്കി അങ്ങോട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബണ്ണിന് നല്ല ഷേപ്പ് കിട്ടുള്ളൂ. ഇനിയില്ലേ നമ്മുടെ ബണ്ണ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ഇഡ്ഡലി തട്ട് നന്നായിട്ട് അങ്ങോട്ട് ബട്ടർ തടവി അങ്ങോട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ ബണ്ണ് കുക്ക് ചെയ്ത ശേഷം നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനിയില്ലേ നമുക്ക് ഇതിലേക്ക് ബോൾസ് ചെയ്ത് വെച്ച ഓരോന്ന് അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുക്കാം. നല്ലവണ്ണം ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വേണം ബോളാക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. ഇങ്ങനെ 4 എണ്ണം അങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബട്ടർ അങ്ങോട്ട് തടവി അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു നല്ല ക്ലോത്തോ അല്ലെങ്കിൽ കിച്ചൺ ടവലോ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഡബിൾ സൈസിലായിട്ട് അങ്ങോട്ട് വരും. ഇതിപ്പോ 10 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ബണ്ണ് നന്നായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പാലും കൂടി അങ്ങോട്ട് തടവി അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഈ ബണ്ണ് നമ്മൾ മധുരം ചേർക്കാതെയാണ് റെഡിയാക്കുന്നത്. അപ്പോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടാനായിട്ട് ഈ പാലിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ബ്രഷ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണത്. അപ്പൊ നമുക്ക് നല്ല കളർ അങ്ങോട്ട് കിട്ടും. ഇനിയില്ലേ ഈ ബണ്ണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കുണ്ടല്ല ഒരു റിങ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ ഇഡ്ഡലി തട്ടുണ്ടല്ല അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് അങ്ങോട്ട് കൊടുക്കാം. ഇതിന്റെ മേലെ ഞാൻ കുറച്ച് എള്ളും കൂടി അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കാം. ഇപ്പോ ഇത് 25 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനില്ലേ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയില്ലേ നമുക്ക് ഇത് പുറത്തേക്ക് അങ്ങോട്ട് മാറ്റാം. നമ്മുടെ ബണ്ണ് ഇപ്പോ അത്യാവശ്യം അങ്ങോട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഷേപ്പും ഉണ്ട്. ഞാനിപ്പോ പുറത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയില്ലേ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ അങ്ങോട്ട് തടവി അങ്ങോട്ട് കൊടുക്കാം. ഇത് ചൂടോടുകൂടി എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ബണ്ണ് എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പോ നന്നായിട്ട് അങ്ങോട്ട് ബട്ടറൊക്കെ തടവി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ചൂടാറി. ഇനിയില്ലേ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് എടുക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. നമുക്ക് ഒന്ന് പൊട്ടിച്ചങ്ങോട്ട് നോക്കാം. നല്ല സോഫ്റ്റ് ആണ്. നമ്മളില്ലേ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നീടല്ല
ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോകാതെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ബൺ. അപ്പോ എല്ലാവരും അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങോട്ട് നിങ്ങളുടെ അഭിപ്രായം അങ്ങോട്ട് കമന്റ് ചെയ്യണേ. അപ്പോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും അങ്ങോട്ട് സുഖായിരിക്കട്ടെ.